The smallest number with the 7 divisor is option A 12, option B 24, option C 36, option D 64. ഓക്കെ, അപ്പോൾ 7 ഡിവൈസേഴ്സ്, അതായത് 7 ഫാക്ടേഴ്സ് ഉള്ള സ്മോളസ്റ്റ് നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. സ്മോളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞത് കൊണ്ട് സ്മോളസ്റ്റ് നമ്പറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും ഫാക്ടേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. അതിൽ 7 ഫാക്ടേഴ്സ് വരുന്നത് ഏതാണോ അതായിരിക്കും ഇതിന് ആൻസർ. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എ ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ 12 ആണ്. 12ൻ്റെ ഫാക്ടേഴ്സ് നോക്കാം. 12ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 6, 12. ഓക്കെ, ഇതാണ് 12ൻ്റെ ഫാക്ടേഴ്സ്. ഇവിടെ എത്ര ഫാക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്? 6 ഫാക്ടേഴ്സാണ് ഉള്ളത്. ഓക്കെ, 12ന് ടോട്ടലി 6 ഫാക്ടേഴ്സാണ് ഉള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ എ ആൻസർ ആവില്ല. 7 ഫാക്ടേഴ്സ് ഉള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് അടുത്ത ഓപ്ഷൻ ബി ചെക്ക് ചെയ്യാം. 24. 24ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരിക? 1, 2, 3, 4, 6, 8, 12, 24. ഓക്കെ, ഇതാണ് 24ൻ്റെ ഫാക്ടേഴ്സ്. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, 24ന് 8 ഫാക്ടേഴ്സാണ് ഉള്ളത്. ടോട്ടൽ 8 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതും ഓപ്ഷൻ ബിയും ആൻസർ ആവില്ല, കാരണം 7 ഫാക്ടേഴ്സ് കറക്റ്റായിട്ട് വരണം. നെക്സ്റ്റ് 36ൻ്റെ ഫാക്ടേഴ്സ് നോക്കാം. 36ൻ്റെ ഫാക്ടേഴ്സ് 1, 2, 3, 4, പിന്നെ 6. നെക്സ്റ്റ് ഫാക്ടർ 9. ഓക്കെ, 9 ഫാക്ടറാണ്. ദെൻ 9 കഴിഞ്ഞാൽ 18, നെക്സ്റ്റ് 36. ഓക്കെ, 12 ഉണ്ട്. ഓക്കെ, 12ഉം ഫാക്ടേഴ്സാണ്. ടോട്ടൽ എത്ര ഫാക്ടേഴ്സ് വന്നു? 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, 36ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 9 ഫാക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ലാത്ത സ്ഥിതിക്ക് 64 തന്നെയായിരിക്കും. എന്നാലും നമുക്കൊന്ന് നോക്കാം. 64ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1, 2, 3 ഫാക്ടർ അല്ല. പിന്നെ നെക്സ്റ്റ് ഫാക്ടർ 4 ആണ്. ഓക്കെ, 4 കഴിഞ്ഞാൽ അടുത്തത് 8 കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് ഫാക്ടർ 16 ഫാക്ടറാണ്. 32, 64. ഇതൊക്കെയാണ് 64ൻ്റെ ഫാക്ടേഴ്സ്. 1, 2, 4, 8, 16, 32, 64. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 7 ഫാക്ടേഴ്സ് ആണ് ഏതിനുള്ളത്? 64നുള്ളത്. ദി സ്മോളസ്റ്റ് നമ്പർ വിത്ത് 7 ഡിവൈസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, 7 ഫാക്ടറുള്ള നമ്പർ ഈ തന്നിട്ടുള്ളതിൽ 64 ആണ്. ഇതൊക്കെ നമുക്ക് ഓപ്ഷൻ വെച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഷുവർ ആയിട്ടും ആൻസർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ 1 മാർക്ക് സുഖമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് 7 നാച്ചുറൽ നമ്പേഴ്സ്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഓക്കെ, ഇപ്പോൾ 7 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √(n²-1 ഡിവൈഡഡ് ബൈ 12 ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ബൈ ഹാർട്ട് പഠിച്ചോളൂ. √(n²-1 ഡിവൈഡഡ് ബൈ 12. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ n എന്ന് പറയുന്നത് നമ്പേഴ്സിൻ്റെ എണ്ണമാണ്. 7 നാച്ചുറൽ നമ്പേഴ്സ്, ഫസ്റ്റ് 7 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, അപ്പോൾ ഈ 7 നമുക്ക് ഈ ഇക്വേഷനകത്തൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √(7² വരും. ഓക്കെ, n-ന് പകരം 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 7² - 1 ഡിവൈഡഡ് ബൈ 12. 7² എന്ന് പറയുന്നത് 49 ആണ്. 49 - 1 ഡിവൈഡഡ് ബൈ 12 വരും. ഓക്കെ, ഇപ്പോൾ 49 - 1 എന്ന് പറയുമ്പോൾ 48 ആണ് വരിക. 48 ഡിവൈഡഡ് ബൈ 12 വരും. ഓക്കെ, ഇപ്പോൾ √48 ഡിവൈഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ √4 കിട്ടി. √4 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ വരിക? 12 ആണ് വരിക. ഓക്കെ, അപ്പോൾ 7 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫസ്റ്റ് 7 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 2 ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ബൈ ഹാർട്ടായി പഠിച്ചു വയ്ക്കുക. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √(n²-1 ഡിവൈഡഡ് ബൈ 12 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ദി നമ്പർ ഓഫ് സീറോസ് ഇൻ 10 ഫാക്ടോറിയൽ. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഓക്കെ, അപ്പോൾ 10 ഫാക്ടോറിയലിനകത്തുള്ള നമ്പർ ഓഫ് സീറോസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്പർ ഓഫ് സീറോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ 10 വരെയുള്ള ഫാക്ടോറിയൽസ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഫാക്ടോറിയൽസ് പഠിച്ചു വയ്ക്കുക. കാണാതെ പഠിച്ചു വെച്ചോളൂ, നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപകാരപ്പെടും. 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ്. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 ഫാക്ടോറിയൽ ഇൻറ്റു 2 ആണ് അല്ലേ? അപ്പോൾ എന്താ വരിക? 2 വരും. ദെൻ 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വരും.
3 ഫാക്ടോറിയൽ 6 ആണ്. 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 6 × 4 24 വരും 4 ഫാക്ടോറിയൽ. ദെൻ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 24 × 5 ആണ്. 24 × 5 എന്ന് പറയുമ്പോൾ 120 വരും. ഇതാണ് 5 ഫാക്ടോറിയൽ. ദെൻ 6 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 120നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 720 ആണ് 6 ഫാക്ടോറിയൽ കിട്ടുന്നത്. നെക്സ്റ്റ് 7 ഫാക്ടോറിയൽ. 7 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഇതിന് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5040 വരും. ഓക്കെ, 5040 ആണ് 7 ഫാക്ടോറിയൽ. ദെൻ അടുത്തത് 8 ഫാക്ടോറിയൽ ആണ്. 8 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഈ നമ്പറിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40320 വരും. ഓക്കെ, 8 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 40320 ആണ്. 9 ഫാക്ടോറിയൽ. 9 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 36288 ആണ്. ഓക്കെ, 36288. അങ്ങനെയാണെങ്കിൽ 10 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 36288. 9 ഫാക്ടോറിയലിൽ ഒരു 0 കൂടി എൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈ 40320നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 36280. 10 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 9 ഫാക്ടോറിയലിൻ്റെ കൂടെ ഒരു 10 കൂടി മൾട്ടിപ്ലൈ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ 10 ഫാക്ടോറിയലുള്ള നമ്പർ ഓഫ് സീറോസ് 2 ആണ് കിട്ടിയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഫാക്ടോറിയൽസ് കാണാതെ പഠിച്ചു വയ്ക്കുക. അറ്റ്ലീസ്റ്റ് 8 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഫാക്ടോറിയൽസ് എങ്കിലും കാണാതെ പഠിച്ചു നോക്കുക. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് 8 ഫാക്ടോറിയൽ കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 9 ഫാക്ടോറിയൽ അതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ദെൻ 9 കഴിഞ്ഞാൽ 10 ഫാക്ടോറിയൽ കിട്ടാനായിട്ട് ഒരു 0 ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. P of x is a quadratic polynomial with P of 0 equal to 6, P of 1 equal to 1 and P of 2 equal to 0. Then P of 3. Option A 4, option B 3, option C 2, option D 1. ഓക്കെ, പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് വരിക? അതിൻ്റെ ഫോർമാറ്റ് തന്നെയാണ് പോളിനോമിയലിന്. പി ഓഫ് എക്സ് ഈക്വൽ ടു ax² പ്ലസ് bx പ്ലസ് c. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 കൊടുക്കണം. ഇവിടെ പോളിനോമിയൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പി ഓഫ് എക്സ് ഈക്വൽ ടു ax² പ്ലസ് bx പ്ലസ് c. അതിൽ പി ഓഫ് 0 6 ആണെന്ന് തന്നിട്ടുണ്ട്. പി ഓഫ് 0 6 എന്ന് പറഞ്ഞാൽ അവിടെ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വാല്യൂ, ആ പോളിനോമിയലിൻ്റെ വാല്യൂ എന്തായിരിക്കും? 6 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പി ഓഫ് 0 ഈക്വൽ ടു 6 ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇക്വേഷനിൽ എക്സ് കാണുന്നിടത്തേക്ക് 0 അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ a × x² പറയുമ്പോൾ ഇവിടെ 0 അപ്ലൈ ചെയ്താൽ ഈ ടേം 0 ആകും. നെക്സ്റ്റ് ടേം ഇവിടെ 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതും 0 ആകും. പിന്നെ ബാക്കിയുള്ളത് c മാത്രമാണ്. അപ്പോൾ c ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഓക്കെ, എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സിൻ്റെ വാല്യൂയോടെ നമുക്ക് 6 കിട്ടും. നെക്സ്റ്റ് അടുത്ത് എന്ത് കൊടുക്കാം? പി ഓഫ് 2 ഈക്വൽ ടു 0. ഓക്കെ, അതിന് മുമ്പ് പി ഓഫ് 1 ഈക്വൽ ടു 1 ഉണ്ട്. പി ഓഫ് 1 ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പോളിനോമിയലിൻ്റെ വാല്യൂ 1 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ a × 1² പ്ലസ് b × നെക്സ്റ്റ് എക്സിന് പകരം 1 കൊടുത്തു പ്ലസ് സിക്ക് പകരം സിൻ്റെ വാല്യൂ ഇവിടെ 6 കിട്ടിയിട്ടുണ്ട്. അതുകൂടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 1 കിട്ടണം. അപ്പോൾ നോക്കാം. a × 1² എന്ന് പറയുമ്പോൾ a തന്നെയാണ്. പ്ലസ് നെക്സ്റ്റ് b × 1 എന്ന് പറയുമ്പോൾ b തന്നെയാണ്. പ്ലസ് 6 ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ a പ്ലസ് b ഈക്വൽ ടു ഈ 6 റൈറ്റ് സൈഡ് പോകുമ്പോൾ -6 ആവും. 1 -6 എന്ന് വരും. 1 - 6 എന്ന് പറയുന്നത് -5 ആണ്. ഓക്കെ, അപ്പോൾ a പ്ലസ് b എന്ന് പറയുന്നത് -5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സിൻ്റെ വാല്യൂ 6 കിട്ടിയിട്ടുണ്ട്. അതുപോലെ a പ്ലസ് b -5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കൂ, പി ഓഫ് 2 ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പി ഓഫ് 2 0. നമുക്ക് നോക്കാം. പി ഓഫ് 2 0 എന്ന് പറഞ്ഞാൽ എക്സിന് 2 കൊടുക്കുന്ന സമയത്ത് പോളിനോമിയലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. നമുക്കത് നോക്കാം. ഈ ഇക്വേഷനിൽ എക്സിന് 2 കൊടുത്തു നോക്കാം. അപ്പോൾ a × 2² പ്ലസ് b × 2 പ്ലസ് സിയുടെ വാല്യൂ നേരത്തെ കിട്ടിയിട്ടുണ്ട്. 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഈക്വൽ ടു. അപ്പോൾ എക്സിന് 2 കൊടുക്കുന്ന സമയത്ത് പോളിനോമിയലിൻ്റെ വാല്യൂ എന്ത് വരും? 0 വരും. ഓക്കെ, നമുക്ക് നോക്കാം. a × 2² 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4 × a 4a വരും. പ്ലസ് നെക്സ്റ്റ് b × 2 ആണ്. b × 2 എന്ന് പറയുമ്പോൾ 2b വരും ഈക്വൽ ടു ഈ 6 റൈറ്റ് സൈഡ് പോകുമ്പോൾ -6 വരും. ഓക്കെ, അപ്പോൾ നേരത്തെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. a പ്ലസ് b ഈക്വൽ ടു -5 കിട്ടി. ഇവിടെ 4a പ്ലസ് 2b ഈക്വൽ ടു -6 ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിന് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അതായത് 2 വെച്ചിട്ട് ഇതിന് ഹോൾ ക്യാൻസൽ ചെയ്യാം. 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 4a എന്നുള്ളത് എന്തായി മാറും? 2a ആയി മാറും. 2b എന്നുള്ളത് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ b ആവും. -6 എന്നുള്ളത് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ -3 ആകും. ഓക്കെ, a പ്ലസ് b -5 കിട്ടിയിട്ടുണ്ട്. 2a പ്ലസ് b എന്ന് പറയുന്നത് -3 കിട്ടിയിട്ടുണ്ട്. ഓക്കെ,
ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഇക്വേഷൻ 2 മൈനസ് 1 ചെയ്യാം. ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1 മൈനസ് ചെയ്യും. അപ്പോൾ 2aയിൽ നിന്ന് a മൈനസ് ചെയ്താൽ a വരും. 2a മൈനസ് a എന്ന് പറയുമ്പോൾ a ആണ്. ബിൻ്റെ ടേം 0 ആയി പോകും. b മൈനസ് b 0 ആകും. ദാറ്റ് ഈസ് ഈക്വൽ ടു -3 മൈനസ് -5. -3 മൈനസ് -5 എന്ന് പറയുമ്പോൾ +5 ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എയുടെ വാല്യൂ 2 ആണ്. ഓക്കെ, ഇപ്പോൾ സിയുടെയും എയുടെയും വാല്യൂ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബിയുടെ വാല്യൂ കണ്ടെത്തണം. അതിന് ഈ ഫസ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷനിൽ കിട്ടിയ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് എയുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, a + b = -5 ആണ്. ഇവിടെ എക്ക് 2 കൊടുക്കുന്നു. അപ്പോൾ 2 + b = -5 വരും. ഓക്കെ, 2 + b -5 കിട്ടും. ഇനി 2 + b -5 ആണെങ്കിൽ അവിടെ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് -5. നോക്കൂ, 2 + b -5 ആണെങ്കിൽ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ +2 റൈറ്റ് സൈഡ് പോകുമ്പോൾ -2 വരും. അപ്പോൾ -5 -2 വരും. -5 -2 എന്ന് പറയുമ്പോൾ എത്രയാണ്? -7 ആണ് വരിക. ഓക്കെ, അങ്ങനെ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. -7 ആണ് ബിയുടെ വാല്യൂ. ഓക്കെ, ഇപ്പോൾ എയും ബിയും സിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 2, ബിയുടെ വാല്യൂ -7, സിയുടെ വാല്യൂ 6. ഇനി നമുക്ക് P(3) ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ P(3) കണ്ടെത്താൻ P(x) ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എയ്ക്കും ബിക്കും സിക്കും പകരം ഈ കിട്ടിയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ വരിക നോക്കൂ. എയ്ക്ക് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2x². ബിക്ക് -7 ആണ്. അപ്പോൾ -7x. ഓക്കെ, ബിക്ക് പകരം -7 കൊടുക്കുന്നു. പ്ലസ് സിക്ക് പകരം 6 കൊടുക്കുക. ഇതാണ് പോളിനോമിയൽ. ഓക്കെ, P(x) എന്ന് പറയുന്നത് 2x² -7x + 6 ആണ്. ഇനി നമുക്ക് കാണേണ്ടത് P(3) ആണ്. P(3) എന്ന് പറയുമ്പോൾ എക്സ് കാണുന്നിടത്തേക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നോക്കാം, 2 × 3² -7 × 3 + 6 = 2 × 3² എത്രയാണ്? 3² എന്ന് പറയുമ്പോൾ 3² 9 വരും. 9 × 2 18 -7 × 3 എന്ന് പറയുമ്പോൾ 21 വരും. 7 × 3 21 + 6. ഓക്കെ, അപ്പോൾ 18 + 6 24 വരും. 24 - 21 എന്ന് പറയുമ്പോൾ 3 ആണ് കിട്ടുക. ഓക്കെ, 18ഉം 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 24 കിട്ടി. 24 - 21 3 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ P(3)ൻ്റെ വാല്യൂ 3 കിട്ടി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The radius of the circle x² + y² - 4x + 8y + 4 = 0. Option A 4, option B 5, option C 6, option D 7. ഓക്കെ, അപ്പോൾ x² + y² - 4x + 8y + 4 = 0 എന്ന ഇക്വേഷനിൽ ഈ ഒരു ഇക്വേഷൻ്റെ റേഡിയസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ജനറൽ ഇക്വേഷൻ്റെ ഫോർമാറ്റാണ്. ഓക്കെ, സർക്കിളിന് പല ടൈപ്സ് ഇക്വേഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്, അതുപോലെ ജനറൽ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ജനറൽ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. ജനറൽ ഇക്വേഷൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് x² + y² + 2gx + 2fy + c = 0. ഇതാണ് ഒരു ജനറൽ ഇക്വേഷൻ്റെ, സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതിൽ സെൻറ്റർ എന്ന് പറയുന്നത് -g, -f ആണ്. ഓക്കെ, സർക്കിളിൻ്റെ സെൻറ്റർ -g, -f. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് ഈ ഭാഗത്ത് നിന്ന്. സെൻറ്റർ ഈ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ സെൻറ്റർ എന്ന് പറയുന്നത് -g, -f ആണ്. അതുപോലെ റേഡിയസ് എന്ന് പറയുന്നത് √g² + f² - c ആണ്. ഓക്കെ, ഇതൊക്കെ പഠിച്ചു വെക്കുക. റേഡിയസ് കാണാൻ √g² + f² - c എന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ തന്നിട്ടുള്ള ഇക്വേഷനുമായിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് റേഡിയസ് കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ളത് ജിയും എഫും സിയും ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്യാം. ഇപ്പോൾ 2g എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ, 2g എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ 2g = -4 കിട്ടും. 2g - 4 ആണെങ്കിൽ g എന്ന് പറയുന്നത് -4/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -2. ഓക്കെ, 2g - 4 ആണെങ്കിൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് -2 ആണ് വരിക. ഓക്കെ, അതുപോലെ എഫ് നോക്കാം. എഫ് എന്ന് പറയുന്നത് നോക്കൂ, 2f എന്ന് പറയുന്നത് വൈയുടെ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ 2f 8 ആണ്. ഓക്കെ, 2f എന്ന് പറയുന്നത് 8 ആണ്. എങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്താ വരിക? 8/2 4 വരും. ഓക്കെ, ജിയും എഫും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് സി കൂടി വേണം. സി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേം ആണ്. അതിൻ്റെ വാല്യൂ 4 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ജിക്ക് പകരം -2 കൊടുക്കുന്നു. -2² പ്ലസ് എഫിന് പകരം 4 കൊടുക്കുന്നു. അപ്പോൾ 4². സിക്ക് പകരം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
2 സ്ക്വയർ 4 ആണ്, പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 വരും, -4. നോക്കൂ 4+16 20 ആണ്, 20 -4. 20 -4 എന്ന് പറയുമ്പോൾ റേഡിയസിൻ്റെ വാല്യൂ നമുക്ക് എന്ത് വരും, √16 ആണ് വരിക. ഓക്കെ, 20 -4 എന്ന് പറയുമ്പോൾ 16 ആണ്, √16 കിട്ടും. √16 എന്ന് പറഞ്ഞാൽ വാല്യൂ എന്താ വരുന്നത്, 4 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയസ് 4 ആണ് കിട്ടിയിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷനും പഠിച്ചു വയ്ക്കുക, അതുപോലെ അതിൻ്റെ സെൻറ്റർ റേഡിയസ് ഒക്കെ കാണാനുള്ളതൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. In how many distinct ways can 5 people sit around a table? Option A 6, option B 12, option C 24, option D 120. ഓക്കെ, അപ്പോൾ ഒരു സർക്കിളിന് ചുറ്റും 5 പീപ്പിൾസ്, ഓക്കെ 5 മെമ്പേഴ്സിനെ എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സർക്കിളിന് ചുറ്റുമുള്ള അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ അവിടെ ചെയ്യേണ്ടത് ഇത്രയാണ്, n-1 ഫാക്ടോറിയൽ ചെയ്താൽ മതി. ഓക്കെ, സർക്കിളിന് ചുറ്റുമുള്ള അറേഞ്ച്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ n-1 ഫാക്ടോറിയൽ. n എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ്, ഇവിടെ 5 മെമ്പേഴ്സാണ് ഉള്ളത്. അതിന് ആൻസർ 5 - 1 ഫാക്ടോറിയൽ ആണ്. 5 - 1 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് ഈക്വൽ ടു 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 24 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 5 മെമ്പേഴ്സിനെ 24 രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, 5 മെമ്പേഴ്സിനെ 24 ഡിസ്റ്റിങ്ക്റ്റ് വേയിൽ ഒരു സർക്കിളിന് ചുറ്റും നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഫാക്ടോറിയലൊക്കെ യൂസ് ചെയ്യുന്നത് കോമ്പിനേഷനാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പെർമ്യൂട്ടേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. പെർമ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു വേർഡിലുള്ള ലെറ്റേഴ്സിനെ എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം, അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ സോൾവ് ചെയ്യേണ്ടത് പെർമ്യൂട്ടേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, കോമ്പിനേഷൻ അപ്ലൈ ചെയ്യുന്നത് സെലക്ഷനാണ്. ഇപ്പോൾ 5 മെമ്പേഴ്സിൽ നിന്ന് 2 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളിലാണ് കോമ്പിനേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ 24 ആണ്. ഇത് പഠിച്ചു വയ്ക്കുക. ഒരു സർക്കിളിന് ചുറ്റുമുള്ള അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ അവിടെ n ഫാക്ടോറിയൽ അല്ല ചെയ്യേണ്ടത്, n-1 ഫാക്ടോറിയലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പീപ്പിൾസ് ആണ്, 5 പീപ്പിൾസ് ആണ്, അതുകൊണ്ട് 24 വന്നു ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The diagonals of a rhombus which lie on the coordinate axis intersect at the origin. If one side of the rhombus is line segment joining the point 2,0 and 0,4, then its area in square unit. Option A 20, option B 16, option C 8, option D 4. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു റോംബസിൻ്റെ ഡയഗണൽസ് കോർഡിനേറ്റ് ആക്സിസിലാണ്. ആ ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒറിജിനിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു സൈഡ് എന്ന് പറയുന്ന റോംബസിൻ്റെ ഒരു സൈഡ് ലൈസ് ഓൺ ദി, നോക്കൂ, ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദി പോയിന്റ് 2,0, 0,4. ഓക്കെ, 2,0, 0,4 എന്നീ 2 പോയിന്റുകൾ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈനിലാണ് ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നുണ്ട്. ദെൻ ഇറ്റ്സ് ഏരിയ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ ആണ് കാണാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റോംബസ് എന്ന് പറഞ്ഞാൽ സമഭുജ സമാന്തരികം എന്നാണ്. അതിൻ്റെ 4 സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, റോംബസിൻ്റെ പ്രോപ്പർട്ടീസ് ആദ്യം പഠിക്കുക. റോംബസിൻ്റെ 4 സൈഡും ഈക്വൽ ലെങ്ത് ആയിരിക്കും. അതുപോലെ അതിൻ്റെ ഡയഗണൽസ് ഈക്വലി ബൈസെക്റ്റ് ചെയ്യും. ഓക്കെ, 90 ഡിഗ്രിയിലാണ് ബൈസെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് ഫോം ചെയ്യാൻ പറ്റുക. ഓക്കെ, 90 ഡിഗ്രിയിൽ ഈക്വലി ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഒരു സൈഡ് എന്ന് പറയുന്നത് 2,0 അതുപോലെ 0,4 ജോയിൻ ചെയ്യുന്ന ലൈനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2,0 എന്ന് പറയുമ്പോൾ നോക്കൂ, ഇവിടെ 1, ഇത് 2. 2,0 എന്നുള്ള പോയിന്റ് ഇതാണ് 2,0. എക്സിൻ്റെ വാല്യൂ 2ഉം വൈയുടെ വാല്യൂ 0ഉം. അപ്പോൾ എക്സ് ആക്സിസിലാണ് വൈയുടെ വാല്യൂ 0 ആവുന്നത്. അപ്പോൾ ഈ പോയിന്റ് എടുക്കാം. അതുപോലെ 0,4 എന്ന് പറയുമ്പോൾ അത് വൈ ആക്സിസിലെ പോയിൻ്റാണ്, കാരണം അവിടെ എക്സ് 0 ആണ് ഇതുകൊണ്ട്. ഓക്കെ, നോക്കാം. 1, 2, 3, 4. ഇതാണ് 0,4 എന്ന പോയിന്റ്. ഈ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ലൈനിലാണ് അതിൻ്റെ ഒരു സൈഡ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, റോംബസിൻ്റെ ഒരു സൈഡ് ഇതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കോർഡിനേറ്റ് ആക്സിസിലാണ് അതിൻ്റെ എന്ത് വരുന്നത്, ഡയഗണൽസ് വരുന്നതെന്നും ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഒറിജിൻ. ഓക്കെ, ഒറിജിനിലാണ് ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഫിഗർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ഇതൊക്കെ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഈ ഒരു ഷേപ്പാണ് റോംബസിൻ്റെതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും അതിൻ്റെ ഡയഗണൽസ് ആണ്. ഓക്കെ, ഇനി ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഒരു റോംബസിൻ്റെ ഏരിയ കണ്ടെത്താൻ 2 ഡയഗണൽസ് തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ കണ്ടെത്താൻ ½ × d1 × d2. ½ × d1 d2 ആണ് ഏരിയ കണ്ടെത്താൻ. അപ്പോൾ നമുക്ക് ഡയഗണൽസ് ആവശ്യമുണ്ട് ഏരിയ കണ്ടെത്താനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം.
ഇത് നോക്കൂ, ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇത് ഒറിജിനാണ്. അപ്പോൾ ഒറിജിനിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ 2 എന്ന പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് 2 യൂണിറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 യൂണിറ്റ് വരും. അതുപോലെ ഇതേ സെയിം ഡിസ്റ്റൻസ് ആണ് ഇവിടെ വരുന്നത്, കാരണം ഈക്വലി ബൈസെക്റ്റ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, ഈക്വലി ഡയഗണൽസ് ഈക്വലി ബൈസെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതേ സെയിം ഡിസ്റ്റൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ D1 എന്ന് പറയുന്നത് ഡയഗണൽ 1 നമുക്ക് 2 + 2 4 എന്ന് എടുക്കാം. ഓക്കെ, ഡയഗണൽ 1ൻ്റെ ലെങ്ത് 4 എന്ന് എടുക്കാം. ഇനി നമുക്ക് ഡയഗണൽ 2 നോക്കാം. നോക്കൂ, ഇവിടെ y ആക്സിസിലെ പോയിന്റ് 0,4 ആയതുകൊണ്ട് ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്രയും ഒറിജിൻ തൊട്ടിട്ട് ഡയഗണലിൻ്റെ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 4 യൂണിറ്റ് ആണ്. അപ്പോൾ അതേപോലെ ഈ ഭാഗത്തും 4 ഉണ്ട്. അപ്പോൾ 4 + 4 ടോട്ടൽ എത്രയായി? 8 കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ഡയഗണലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 യൂണിറ്റ്, ഫസ്റ്റ് ഡയഗണലിൽ 4 യൂണിറ്റ്. ഇപ്പോൾ രണ്ട് ഡയഗണലിൻ്റെയും ലെങ്ത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഹാഫ് ഇൻറ്റു D1 പകരം 4 കൊടുക്കുന്നു, D2 പകരം 8 കൊടുക്കുന്നു. 8 × 4 എന്ന് പറയുമ്പോൾ 32 ആണ്. 32 / 2 എന്ന് പറയുന്നത് എത്ര കിട്ടും? 16 കിട്ടും. ഓക്കെ, അപ്പോൾ 16 സ്ക്വയർ യൂണിറ്റ് ആണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ആദ്യം റോംബസിനെ കുറിച്ച് പഠിക്കുക, റോംബസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക. റോംബസ് എന്ന് പറയുമ്പോൾ 4 സൈഡും ഈക്വൽ ലെങ്ത് ആയിരിക്കും. അതുപോലെ അതിൻ്റെ ഡയഗണൽസ് രണ്ടും ഈക്വലി ബൈസെക്റ്റ് ചെയ്യും. 90 ഡിഗ്രിയിലാണ് ഇത് ബൈസെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 90 ഡിഗ്രി ബൈസെക്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡും എന്തായിരിക്കും? ഈക്വൽ ലെങ്ത് ആയിട്ടാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ അതൊരു റൈറ്റ് ആംഗുലർ ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 1, 2, 2, 4 ആർ 2 points on a line, then which of the following points lies on that line? Option A 3, 5, option B 4, 6, option C 0, 2, option D 3, 6. ഓക്കെ, അപ്പോൾ ഒരു ലൈനിലെ പോയിന്റ്, അതായത് കൊളീനിയർ പോയിന്റ്സ് ആവാനുള്ള കണ്ടീഷൻസ് പലതാണ്. അതായത് സ്ലോപ്പ് സെയിം ആയിരിക്കാം. ഓക്കെ, പോയിന്റുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പ് എന്തായിരിക്കും? പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈൻസിൻ്റെ സ്ലോപ്പ് സെയിം ആയിരിക്കും. ഓക്കെ, അതൊരു കണ്ടീഷൻ. പിന്നെ ഒരു ഫോം ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 0 ആയിരിക്കും, അങ്ങനെ എടുക്കാം. അതല്ല എങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. ഓക്കെ, ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്തിട്ടും എന്ത് കണ്ടെത്താം? ഒരേ ലൈനിലുള്ള പോയിന്റ് ആണെന്ന് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്ലോപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ലൈനിൽ മൂന്നാമത്തെ പോയിന്റ് XY ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് XY ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഇനി ഈ XY എന്ന പോയിന്റും 1, 2 എന്നൊരു പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പും, അതുപോലെ XY എന്ന പോയിന്റും 2, 4 എന്ന പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? സെയിം ആണ് എന്നാണ് എടുക്കുന്നത്. ഓക്കെ, ഒരേ ലൈനിലുള്ള പോയിന്റ് ആണെങ്കിൽ അവയുടെ സ്ലോപ്പ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി സ്ലോപ്പ് കണ്ടെത്താനുള്ള ഇക്വേഷൻ y2 - y1 / x2 - x1 എന്നാണ്. അതായത് y കോർഡിനേറ്റ് തമ്മിൽ മൈനസ് ചെയ്യുന്നു, അതുപോലെ x കോർഡിനേറ്റ് തമ്മിൽ മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പോയിന്റ് 1, 2ഉം അതുപോലെ x, y എന്ന രണ്ട് പോയിന്റുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടെത്താൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ y കോർഡിനേറ്റ് മൈനസ് ചെയ്യാം. അപ്പോൾ y -2 വരും, ഡിവൈഡഡ് ബൈ x കോർഡിനേറ്റ് മൈനസ് ചെയ്യുമ്പോൾ x - 1 വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ സെയിം സ്ലോപ്പ് ആയിരിക്കും ഈ XY എന്ന പോയിന്റും 2, 4 എന്ന പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്താൽ ലഭിക്കുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, XY എന്ന പോയിന്റും 2, 4 എന്ന പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടെത്താം. ഇതിവിടെ y കോർഡിനേറ്റ് മൈനസ് ചെയ്യുമ്പോൾ y - 4 വരും, ഡിവൈഡഡ് ബൈ x കോർഡിനേറ്റ് മൈനസ് ചെയ്യുമ്പോൾ x - 2 വരും. ഓക്കെ, ഇനി നമുക്കിത് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y - 2 × x - 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y - 4 × x - 1 വരും. ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ y × x ചെയ്തു xy, y × -2 ചെയ്തു -2y, അതുപോലെ -2 × x ചെയ്തു -2x, -2 × -2 ചെയ്തു +4 ഈക്വൽ ടു, ഇവിടെയും ഇതുപോലെ ചെയ്യാം. y × x xy, y × -1 -y. ഓക്കെ, മൈനസ് ഇവിടെ ചെയ്യാം. -4 × x -4x, -4 × -1 +4. ഓക്കെ, ഇനി നമുക്കൊന്ന് സോൾവ് ചെയ്യാം. രണ്ട് സൈഡും xy ഉണ്ട്, അത് ക്യാൻസലായി പോകും. ഓക്കെ, ഇനി ഇവിടെ -2y ഉണ്ട്. ഈ -y ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ +y ആയി മാറും. ഓക്കെ, ഇവിടെ -2x ഉണ്ട്. അതുപോലെ ഇവിടെയുള്ള -4x ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ +4x ആവും.
രണ്ട് ഭാഗത്തും 4 ഉണ്ട്. ഈ 4 ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നോക്കൂ, -2y + y, -2y + y എന്ന് പറയുമ്പോൾ -y വരും. -2x + 4x എന്ന് പറയുമ്പോൾ +2x ആണ് വരിക. 4x - 2x എന്ന് പറയുമ്പോൾ 2x വരും, ഈക്വൽ ടു 0. അതായത് 2x ഈക്വൽ ടു -y റൈറ്റ് സൈഡ് പോകുമ്പോൾ +y ആകും. x/y എന്ന് പറയുന്നത് 1/2 കിട്ടും. അതായത് കോർഡിനേറ്റ്, അതായത് x, y എന്നാണ് പോയിന്റ്. ഈ പോയിന്റ് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് കാണുന്ന പോയിന്റിൻ്റെ ഡബിൾ ആയിരിക്കും സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റിൻ്റെ ഡബിൾ ആയിരിക്കും സെക്കൻഡ്. അങ്ങനെയുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എ നോക്കൂ, 3,5 ആണ്. ഫസ്റ്റ് 3 വന്നാൽ നെക്സ്റ്റ് അതിൻ്റെ ഡബിൾ ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ ബി നോക്കൂ, 4,6, അതും കറക്റ്റ് അല്ല. ഓപ്ഷൻ സിയിൽ 0,2 ആണ്, അതും കറക്റ്റ് അല്ല. ഓപ്ഷൻ ഡി നോക്കൂ, 3,6. ആ ഒരു പോയിന്റാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അതായത് ഫസ്റ്റ് പോയിന്റിൻ്റെ ഡബിൾ ആയിരിക്കണം സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. എക്സ് പോയിന്റിൻ്റെ ഡബിൾ ആയിരിക്കണം വൈ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് mod x - 2 + mod x - 8 equal to 6, where x is a real number, then which of the following is not true? Option A, x equal to 6 is a solution. Option B, the equation has infinite number of solution. Option C, x equal to 5 is a solution. Option D, x equal to 0 is a solution. അപ്പോൾ ഇതിൽ ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് mod x - 2 + mod x - 8 equal to 6 എന്നാണ്. x എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കും. ഇതിൽ ഏതാണ് ട്രൂ അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എയിൽ പറയുന്നത് x equal to 6 is a solution എന്നാണ് പറയുന്നത്. അതായത് എക്സിന് 6 കൊടുക്കുന്ന സമയത്ത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എക്സിന് 6 കൊടുക്കുമ്പോൾ mod 6 - 2 + x - 8 എന്ന് പറയുമ്പോൾ അവിടെ mod 6 - 8 വരും. ഓക്കെ, 6 - 2 എന്ന് പറയുമ്പോൾ എത്രയാ? 4 ആണ്. + 6 - 8 എന്ന് പറയുമ്പോൾ -2 ആണ്. പക്ഷെ മോഡ്ലെസ് ആയതുകൊണ്ട് +2 കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അതായത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അത് ട്രൂ ആണ്. ട്രൂ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ നോക്കാം. ദി ഇക്വേഷൻ ഹാസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. എക്സ് ഒരു റിയൽ നമ്പർ ആയതുകൊണ്ട് തന്നെ ഇതിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ദെൻ ഓപ്ഷൻ സി നോക്കൂ, x equal to 5 ഈസ് എ സൊല്യൂഷൻ. നോക്കാം, എക്സിന് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. മോഡുലസ് 5 - 2 + മോഡുലസ് 5 - 8. 5 - 2 എന്ന് പറയുമ്പോൾ 3 ആണ്. + 5 - 8 എന്ന് പറയുമ്പോൾ -3 ആണ്. മോഡുലസ് ആയതുകൊണ്ട് +3 എടുക്കണം. 3 + 3 6. അപ്പോൾ ഓപ്ഷൻ സിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതും ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. നമുക്ക് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഓപ്ഷൻ ഡി ആയിരിക്കും എന്ത് വരുന്നത്? ട്രൂ അല്ലാത്തത്. ഓക്കെ, നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. എക്സിന് അവിടെ 0 കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് 0 - 2 എന്ന് പറയുമ്പോൾ -2 തന്നെയാണ് വരുന്നത്. + 0 - 8 എന്ന് പറയുമ്പോൾ -8 ആണ്. മോഡുലസ് ഓഫ് -2 എന്ന് പറയുമ്പോൾ 2 വരും. മോഡുലസ് ഓഫ് -8 എന്ന് പറയുമ്പോൾ 8 തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ട്രൂ അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് p of x equal to x³ - 4x² + 6x - 4? Option A, x - 1 is a factor of p of x. Option B, p of x leaves remainder 1 when divided by x - 2. Option C, x - 1 is not a factor of p of x. Option D, x + 1 is a factor of p of x. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. x³ - 4x² + 6x - 4 ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ, x - 1 ഈസ് എ ഫാക്ടർ ഓഫ് p of x. അതായത് x - 1 ഈ തന്നിട്ടുള്ള പോളിനോമിയലിൻ്റെ ഫാക്ടർ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫാക്ടർ ആണോ എന്ന് കണ്ടെത്താൻ, ഓക്കെ, ഫാക്ടർ ആവണമെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് x - 1 ഫാക്ടർ ആവണമെങ്കിൽ അവിടെ ഇതിന് 0 കൊടുക്കുക. x - 1ന് 0 കൊടുക്കുമ്പോൾ അവിടെ എക്സിൻ്റെ വാല്യൂ 1 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ x equal to 1 ഈ പോളിനോമിയലിൻ്റെ വാല്യൂ 0 ആവണം.
ഓക്കെ ആണല്ലോ. എക്സ് മൈനസ് വണ്ണിൻ്റെ ഫാക്ടർ ആണെങ്കിൽ എക്സ് മൈനസ് വൺ ഈക്വൽ ടു 0, അതായത് എക്സ് ഈക്വൽ ടു 1 കൊടുക്കുന്ന സമയത്ത് ഈ പോളിനോമിയലിൻ്റെ വാല്യൂ എന്താവണം? 0 വരണം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് ഈക്വൽ ടു 1 ഈ പോളിനോമിയലിൻ്റെ വാല്യൂ 0 വരുന്നുണ്ടെങ്കിലാണ് പി ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആവുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 1 ക്യൂബ് മൈനസ് 4 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 1 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ക്യൂബ് എന്ന് പറയുമ്പോൾ 1 മൈനസ് 4 ഇൻറ്റു 1 സ്ക്വയർ 4 വരും, പ്ലസ് 6 മൈനസ് 4. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്യാം. 6 മൈനസ് 4 എന്ന് പറയുമ്പോൾ 2 വരും, 2 ഇവിടെ മൈനസ് 3. ഓക്കെ, മൈനസ് 3 പ്ലസ് 2, മൈനസ് 3 പ്ലസ് 2 എന്ന് പറയുമ്പോൾ മൈനസ് 1 ആണ് വരും. 0 കിട്ടിയാലാണ് ഇത് ഫാക്ടർ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ട്രൂ അല്ല. ഓക്കെ, ഓപ്ഷൻ ബി ഒക്കെ ചെക്ക് ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് നമുക്കൊരു കാര്യം നോക്കാം. നോക്കൂ, എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എക്സ് മൈനസ് 1 ഫാക്ടർ അല്ല എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. എക്സ് മൈനസ് 1 ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പിന്നെ നമുക്ക് ഫർദർ ആയിട്ട് ബാക്കിയൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് ട്രൂ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ.